ഹായ് പറയൂ. ഹായ്. ഹായ് ഗായ്സ്, വെൽക്കം ടു ഒരു പുതിയ വ്ളോഗ്. എന്തൊക്കെയോ ഒരു വശം, പക്ഷെ പിന്നെയും ഒരു റാൻഡം വ്ളോഗാണ്. പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ അല്ല ഇത്. വെറുതെ ഒരു വ്ളോഗ്, ചുമ്മാ ഒരു ഡോക്യുമെന്റിങ് ലൈഫ്. അങ്ങനെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അന്നത്തെ മറ്റേ വെള്ളം കയറിയ മൈക്ക് എന്ന് പറഞ്ഞില്ല, ആ മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാ അതിന്റെ ഓഡിയോ കേൾക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മഴ ദിവസമാണ്. പുറത്ത് അടിപൊളി മഴ, വാവേ കാണാനില്ലല്ലോ കുറച്ചു നേരമായിട്ട്. ഈശ്വരാ, എന്റെ മേക്കപ്പിന്റെ ഒക്കെ എടുത്തു. ഇത് എന്താ കാണണേ? എന്റെ ലിപ്സ്റ്റിക്കാണ് ഇത്. ലിപ്സ്റ്റിക്കിന്റെ സാധനം വെച്ചിട്ടാണ് ഈ കളിയൊക്കെ. ഒരു സെൽഫ് കെയർ ഡേ ആണ്, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും നടക്കില്ല. മുടിയുണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ കൈ കഴുകി കൊടുക്കണോ, വീട് വൃത്തിയാക്കണോ, അത് ഇവളെ റെഡിയാക്കണോ? കാലത്ത് കുളിപ്പിച്ചതാ, രണ്ടുപേരെയും കുളി കഴിഞ്ഞതാ. വീട്ടിലൊരു മെയ്ഡുണ്ട്, ആള് വന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ പണികളും സ്റ്റക്കായിട്ടിരിക്കുക. ഇപ്പൊ ഇത് കഴുകിക്കണം, അത് ചെയ്യട്ടെ, അതാണല്ലോ ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ചുമരും എല്ലാത്തിലും തേച്ച് വെക്കും. അപ്പൊ അവൻ ചെയ്തേ? ഈ കാലിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ നീ? എന്താ ഇതെന്താ കാണണേ? എവിടെ പോയി? ഒരു വ്ലോഗ് ചെയ്യാൻ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്തതാ. അപ്പൊ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, എന്റെ പത്തിട്ടുണ്ട്. അപ്പൊ ഒപ്പിച്ചതാ അത്. മോത്ത് ചുണ്ടിന് കഴിച്ചില്ല നീ? പുതിയ ലിപ്സ്റ്റിക് വാങ്ങിച്ചായിരുന്നു, അത് പോയി കിട്ടി. ആദ്യം നമുക്ക് ഇതൊക്കെ കഴുകിയിട്ടേ സെറ്റാക്കാം. ഇനിയിപ്പോ മൊത്തം ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവണം. എന്നിട്ട് നമുക്ക് ആ ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് റെഡിയാക്കണം. അവിടെ കുറച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവള്, ലിപ്സ്റ്റിക്കും വേറെ എന്തൊക്കെയോ എടുത്ത് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. ഇത് പോണില്ല ലിപ്സ്റ്റിക്, ഇങ്ങനെയാ ലൈറ്റ് പോരാ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ എണ്ണമയം പോലെ ഒരു ഓയിലിയാണ് സംഭവം. അപ്പൊ നമുക്ക് ഹാൻഡ് വാഷ് ഇട്ട് കഴുകാൻ നോക്കാം, അപ്പൊ ചിലപ്പോൾ ശരിയാവും. വേറെ ആംഗിൾ പിടിക്കാം നമുക്ക്. നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും. ഇതിപ്പോ കുളിപ്പിക്കുമ്പോ എണ്ണ തേച്ച് കുളിപ്പിക്കേണ്ടി വരും എന്തായാലും. 2 ദിവസമായി ഇപ്പൊ എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ട്. പിന്നെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കാം. എന്തായാലും നമുക്ക് ദിവസം പോക്കണ്ടേ. നന്നായി. പക്ഷെ ഇത് പ്ലാൻഡ് അല്ല, വെറുതെ ഒരു വ്ലോഗ് എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ വ്ലോഗ് തുടങ്ങിയപ്പോ തന്നെ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ എന്തായാലും നല്ലൊരു സൂപ്പർ, എനിക്ക് ഓർമ്മ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്ലോഗ് ആവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ മുടിയൊക്കെ ആകെ കുറെ ദിവസം, ഒരാഴ്ചയായി ഓൾമോസ്റ്റ് ഒരു വീക്കായി. മുഖം മുടിയൊക്കെ ഒന്ന് വലിയ കാര്യമായിട്ടല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ശരിയാക്കിയിട്ട്. അപ്പൊ അതൊന്ന് സെറ്റാക്കണം എനിക്ക് ഇന്ന്. പിന്നെ പുറത്ത് പോണം, അവളെയും കൊണ്ട് താഴെ പോയിട്ട് 2 ദിവസമായി ഓൾമോസ്റ്റ്. അപ്പൊ ഒന്ന് താഴെ ഒന്ന് പോണം അവളെയും കൊണ്ട്. പക്ഷെ നല്ല മഴ ദിവസമാണ്, അതായത് മൊത്തത്തിലൊരു 45 ഡേ ആണെന്ന്. ഡ്രസ്സിലൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ, ഇത് നോക്കാം. ഇതിപ്പോ എങ്ങനെ ഞാൻ ഓഫ് ചെയ്യാൻ കൈ നനഞ്ഞിരിക്കല്ലേ, അതിങ്ങനെ ഡ്രസ്സ് മാറ്റാം. നീ അവിടെ പോയി ഇരിക്കും കുറച്ചു നേരം കേട്ടാ. അവിടെ ഇരിക്കുക, ആ ബെഡ്ഷീറ്റിലൊക്കെ ആക്കിക്കോളോ നന്നായിട്ട്.
ടിഷ്യൂ എടുത്തിട്ട് വരാം. അപ്പളേക്ക് ഇത് പിന്നെയും ഒന്ന് മാന്തരുത് കേട്ടാ. ഒരു ഡ്രസ് മാറ്റിയിട്ടില്ല. വാവ് ബ്യൂട്ടിഫുൾ ഡാ. ഒരു കാര്യം ചെയ്ത് ഇതൊക്കെ കൂടി ഇതിനകത്ത് ഇട്ട് വെക്കാം. എന്നിട്ട് പിന്നെ സമാനമായിട്ട് ഇതൊക്കെ കഴുകി പൗച്ചൊക്കെ കഴുകി നമുക്ക് സെറ്റാക്കാം. അത് നടക്കുള്ളൂ. ഈ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊരു സെറാണ്. ഇത് ഫുൾ ഓയിലി സാധനം. അതൊക്കെ ഓയിലൊക്കെ പുറത്ത് വന്ന് ഐസ് മറ്റേ എന്താ ലിപ്സ്റ്റിക് ആയിട്ട് മിക്സ് ആക്കി. വാവ് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. മറ്റേ സ്ട്രീക്സിന്റെ സിറം. എന്റെ ഓർഡിനറിയുടെ ചുമര് തിന്നല പരിപാടി. ഇവിടെ വരും. ഭയങ്കര ഇവിടെ വരും. ഈ ചെറിയ പിള്ളേരെയൊക്കെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യണ അമ്മമാരെയൊക്കെ സമ്മതിച്ചു. ഇത് ഒരു സാധനം മറ്റേ ഹീറ്റ് സ്പ്രേ. ടിഷ്യൂ എടുത്തു. ടിഷ്യൂ കൊണ്ടുപോയി അപ്ലിക്കും. കാര്യം പോക്കാട്ടോ. അതിന്റെ തീരുമാനമായി കാര്യങ്ങളൊക്കെ തന്നെ. എണ്ണ ഉള്ളതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് പോരുമായിരിക്കും. സെറൊക്കെ ഇട്ട് ഓർഡിനറിയുടെ സെറൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എളുപ്പമായിരിക്കും പരിപാടികൾ പോരാൻ വേണ്ടിട്ട്. ബോക്സ് അതെ ഡെയിലി യൂസ് ചെയ്യേണ്ട ട്രൈപോഡ് പോയി. ഇടി നിനക്ക് അടി വേണം. നിനക്ക് ഡ്രസ് മാറ്റണ്ടേ? ഇത് എന്താ ഇങ്ങനെ? അതെ അടി. അപ്പൊ അതാര് തുടയ്ക്കും? ആ കാണുന്നത് തുടയ്ക്കും. വരും ഇവിടെ വരും. വേഗം തുടയ്ക്കും. ഇതൊക്കെ ആരാ ഇങ്ങനെ ചെയ്തത്? ഇതാരെ കുറുമ്പ് കാണിച്ചത്? ഇങ്ങനെയാണോ പിള്ളേർ ചെയ്യാ? ബാഡ് ഗേൾ അല്ലേ അങ്ങനെ ചെയ്യാ? വിയു ബാഡ് ഗേൾ ആണോ? ആണോ അല്ലേ? അത് തൊട്ടടിയാ. അത് തൊടാൻ പാടില്ല. അമ്മ വീഡിയോ എടുക്കല്ലേ? വാവയ്ക്ക് വലുതാവുമ്പോ കാണണ്ടേ വീഡിയോ ഒക്കെ? അമ്മ എടുക്കണ വീഡിയോ. വാവ ഇത്തിരി കുഞ്ഞിതായിരുന്നോ എന്നൊക്കെ കാണണ്ടേ? വിരലടിയിൽ പെടും. ഇതിപ്പോ വീഡിയോ എടുത്താലും വീഡിയോ എടുത്തില്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ലൈഫ്. ഇടി വിരലടിയിൽ പെടും. പക്ഷെ ഇത് വീഡിയോ എടുക്കുന്നോണ്ട് എനിക്ക് കൂടി കാണാൻ പറ്റും എന്റെ ലൈഫ് സ്വയം ഇരുന്നിട്ട്. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാലത്ത് ഇതൊക്കെ കഴിഞ്ഞ് വാഴയൊക്കെ സെറ്റ് ആവുന്ന ഒരു ടൈമില് ഇതൊക്കെ മിസ് ചെയ്യുമായിരിക്കും അല്ലേ? മിസ് ചെയ്യുമായിരിക്കും. ഈ ബെഡ്ഷീറ്റിലൊക്കെ ആക്കി അവളുടെ ഡ്രസ്സില് മോത്ത് ഒക്കെ ഉണ്ട്. എന്നിട്ട് ആ ടിഷ്യൂ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ ആക്കുക. അപ്പൊ അവളെ ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യോ രക്ഷിക്കണേ നാട്ടുകാരെ, ഓടി വരോ. ഈ കാണുന്നതൊക്കെ ഇവള് കടിച്ച് മാന്തി പൊട്ടിച്ച് കഴിച്ച് അവശേഷിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഇപ്പൊ എടുത്ത ടിഷ്യൂന്റെ കവറാണ് നിങ്ങൾ ഈ കാണുന്നത്. നീയും കാണണം വലുതാവുമ്പോ. ഓക്കെ, ഇതിനൊക്കെ ഞാൻ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കും വലുതാവുമ്പോ ട്ടാ. പക്ഷെ ടിഷ്യൂ നമ്മൾ കളയാൻ പാടില്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തു വെക്കുക. താങ്ക് യു. അതൊക്കെ എടുത്തൊരു താങ്ക് യു. നിനക്ക് വയ്യേ? നീ സൈക്കോ ആണോ? താങ്ക് യു. ഞാൻ താങ്ക് യു പറയാം. അപ്പൊ നീ എന്താ പറയാ? വാവ എന്താ പറയാ? താങ്ക് യു അല്ല പറയാ. അപ്പൊ വെൽക്കം. ഇനി അമ്മയ്ക്കൊരു ഉമ്മരു. മഴ കുട മഴ വന്ന കുട്ടിക്കൂട. ഇത് കിടക്കുന്ന വാവയുടെ പായ. സെറ്റ് മഴയാ ഇന്ന്. വെള്ളം നനച്ച് തുടയ്ക്കുമ്പോ പോരുന്നുണ്ട്. അവിടെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെയും ടിഷ്യൂ ഇതേ വരുന്നുണ്ട് അവള്. കിലിക്കി വരുന്ന എന്റെ ട്രൈപോഡ് പോയി. വാവാട്ട് അവിടെ വെക്കേ. അതെടുക്കരുത്. നോ ഇവിടെ വരും. അത് എടുക്കരുത്. നോ.
നോ നോ നോ. ബാ ബാ ബാ. ആ തുടച്ചോളൂ, വേഗം വേഗം തുടക്കൂ കേട്ടോ അതൊക്കെ. നമുക്കിത് കഴിഞ്ഞിട്ട് പാർക്കിൽ പോണ്ടേ? സമയം ഉണ്ടെങ്കിൽ നമുക്ക് പാർക്കിൽ പോവാം. ഓക്കെ. ആ ആ താങ്ക് യു. ഉപകാരം കേട്ടോ. ബസ് ബസ്. വെരി ഗുഡ് ബാബ, ഗുഡ് ഗേൾ ആട്ടോ. ഇനി അമ്മയ്ക്ക് പാത്രം കഴുകണം, എടുത്തു വെക്കട്ടെ ടിഷ്യൂ. ഓക്കെ, നമുക്ക് പോവാം, കാറ്റ് പോവാം. അവളവിടെ പിന്നെ അവിടെ എന്തോ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അവിടെ നൈസായിട്ട് ഒപ്പിക്കുന്നുണ്ട് എന്തോ. ഇത് കണ്ടോ, ഇതൊക്കെ അവളുടെ പണി, ചുമരിലി ചെയ്തതൊക്കെ. എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെയാണോ അവസ്ഥ? അതെന്റെ വീട്ടിൽ മാത്രമാണോ ഇങ്ങനെയൊക്കെ? എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ മിക്കവാറും. പിന്നെയും നിനക്ക് എന്റെ മേക്കപ്പ് പൗച്ച് എടുക്കണം അല്ലെ? ഇതെടുക്ക്, കുപ്പി പിടിക്ക്, നടക്ക്. ഇവിടെ പോയി കളിച്ചോളൂ, ഇവിടെ പോയി കളിച്ചോ. ആ കുപ്പി തരും അമ്മയ്ക്ക്, ആ കുപ്പി കൊണ്ടുവരും കേട്ടോ അമ്മയ്ക്ക്. കുറുമ്പ് കാണിക്കണ്ട കേട്ടാ, ഗുഡ് ഗേൾ ആവണം കേട്ടോ. ആ ഗുഡ് ഗേൾ. ഇതെന്താ ദൂരിട്ടത്? അപ്പൊ കുറച്ച് ആൽമണ്ട് ഓയിലും തൈരും എടുത്തിട്ടുണ്ട്. വീട്ടിലിരുന്ന് മെയ്ഡ് അടിച്ചു വാരി തുടച്ച് പോവുകയാണെങ്കിൽ പോലും അടിച്ചു വാരിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഒരു 2-3 വട്ടം അടിച്ചു വാരണം, എന്നാലും വീട് സെറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അവള് ഇങ്ങനെ അത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവല്ലോ, ഇപ്പൊ ചെയ്യുന്ന പോലെ. അപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ നമ്മള് ഇനി അടുത്തത് ട്രൈപോഡായിരിക്കും ടാർഗറ്റ്. അത് സെപ്പറേറ്റ് ഒരു ഡസ്റ്റ്ബിൻ വെച്ചേക്കുന്നതാണ് അവളുടെ ഡയപ്പർ ഒക്കെ ഇടാൻ വേണ്ടിട്ട്. അവിടെ നേരത്തെ ലിപ്സ്റ്റിക്കും സെറൊക്കെ തേച്ച സ്ഥലത്ത് ഇതാ ഡസ്റ്റ്ബിന്റെ സാധനല്ലേ? ബാ. അതെ, അടി. ഇപ്പൊ കണ്ടില്ലേ ഡസ്റ്റ്ബിന്റെ സംഭവം തിരിച്ചു വെക്കണം. പിന്നെ ഇത് നേരത്തെ സെറം മുടി കുഴിയുന്നുണ്ടല്ലേ. അപ്പൊ ആ സെറം തേങ്ങി വാങ്ങിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് വെറുതെ തുടച്ചിട്ടുള്ളൂ. അപ്പൊ ഒന്നുകൂടി ഒന്ന് തുടക്കണം. പിന്നെ ഫുള്ള് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം, അതിലൊക്കെ ലിപ്സ്റ്റിക് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് മാറിയെടുക്കാൻ ഒരാളില്ലേ, അപ്പൊ ഞാനും ഭാവി മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഞാൻ മിസ് ചെയ്യും. അവൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സങ്കടമായോ, ഞാൻ ചീത്ത പറഞ്ഞല്ലോ, ഇടയ്ക്കൊക്കെ ചീത്ത പറഞ്ഞു പോവും. പിന്നെ ക്യൂട്ട്നെസ് വാരി വെതറിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവളുടെ. അവ ഈ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കുവോ? ഇതില് കേൾക്കണോന്ന് അറിയില്ല. പാട്ട് പാടും പെട്ടിത്തരം. ഇവിടെ ഒന്ന് വീഴാണ്ട് സൂക്ഷിച്ചു വേണം ചെയ്. ഇപ്പൊ നിങ്ങള് കണ്ടുണ്ടാവും ഇത് എത്ര സെക്കൻഡ് എന്റെ ആ ശ്രദ്ധ മൂലമാണ് സംഭവിച്ചതെന്ന്. ഞാനിത് എങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തേച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പൊ നമ്മള് എങ്ങനെയൊക്കെയോ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഓൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പണികളിലേക്ക് കിടക്കണം. ഞാൻ അതിനിടയിൽ അവളെ പാലുകുത്തി ഒന്ന് ഉറക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അവൾ ഉറങ്ങിയൊന്നുമില്ല. അപ്പൊ എനിക്ക് കുറെ പണികൾ ചെയ്യാനുണ്ട്. തലയും കുത്തി പറഞ്ഞാണ് വീഡിയോ എടുക്കുന്നത്. അതില് നല്ല വിഷമമുണ്ട് വീഡിയോ കിടക്കുന്നതില്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ദിവസങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് പോവും കാര്യങ്ങളൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പോവാറുണ്ട്. പക്ഷെ ചില ദിവസം കയ്യിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം വളരെയധികം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു ഡേ ആണ്. നല്ല പണി ഉണ്ട് ഇന്ന്. അവൾ ഉറങ്ങുന്നില്ല. അവൾ ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് മാക്സിമം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എല്ലാ പണിയും ചെയ്ത് സെറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇന്ന്
അവള് പകൽ ഉറങ്ങാത്തൊരു കുട്ടിയാ. രാത്രി നന്നായിട്ട് എന്റെ കൂടെ എന്നെ പോലെ തന്നെ നന്നായി ഉറങ്ങുന്ന കുട്ടിയാണ്. എന്താ പറയാ, പണി നോക്കട്ടെ. ഈ സ്ലൈഡിങ് ആയതുകൊണ്ട് അവള് സ്വയം തുറക്കുക, എന്നിട്ട് ഓരോന്ന് എടുക്കുക. നീ ഒപ്പിച്ചവിടെ കിടന്ന് എന്തെങ്കിലും കാണിച്ചോ, ലാസ്റ്റ് ഞാൻ വൃത്തിയാക്കിക്കോളാം. എന്തായാലും ബെഡ്റൂമൊക്കെ കയ്യിൽ നിന്ന് പോയി കൊളായി കിടക്കുക. തുണി മടക്കാനുണ്ട്, പുറത്ത് ഉണങ്ങി കിടക്കുക തുണികള്. താങ്ക് യു, എനിക്ക് തരാട്ടോ അവള്. കിച്ചൺ നല്ല രീതിക്ക് വൃത്തികേടായി കിടക്കുന്നുണ്ട്. ഞാൻ അവള് വന്നെല്ലാം ചെയ്യും, അങ്ങനെയാണ് നോർമലി പതിവ്. കാലത്ത് പണിക്കാരി പെണ്ണ് വന്നിട്ട് എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ചതിച്ചത് കൊണ്ട് എനിക്ക് തന്നെ ഇന്ന് ഇതൊക്കെ ചെയ്യണം. ഈ സൈഡും അതെ അതിനേക്കാളും വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. കാലത്തുണ്ടാക്കിയ ചപ്പാത്തിയുടെ പാത്രം കിടക്കുന്നുണ്ട്, പാല് വാവയ്ക്ക് കാച്ചിയ പാലുണ്ട്, അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, ഒക്കെ കിടക്കുക. എന്തോ ഒപ്പിക്കുന്നുണ്ട് അവിടെ. വാല് തുറന്നിട്ടേക്ക, പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കും. എന്തായാലും കുട്ടികളുള്ള അമ്മമാർക്ക് ഉള്ള വീട് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഈ ഒരു പ്രായം. അങ്ങനത്തെ ഒരു പ്രായമല്ലേ. ട്രൈപോഡ് ആണ് അവളുടെ ഉദ്ദേശം. ഈ കച്ചറടം എടുക്കരുത്. എന്താ ഇത് ഇങ്ങനെ കുറുമ്പ് കുട്ടികൾക്ക്? പക്ഷെ ഇത്രയും കുറുമ്പൊക്കെ ഉണ്ടാവോ? എല്ലാരും പറയാം ആൺകുട്ടികൾക്ക് കുറുമ്പ് കൂടുന്നു. പക്ഷെ ഇവള് പെൺകുട്ടിയായിട്ട് എന്താ അവൾക്ക് ഇത്ര കുറുമ്പ്? അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ ഇതിനേക്കാളും കുറുമ്പായിരിക്കുമോ? എല്ലാ ദിവസവും കാലത്ത് 9 മണിക്ക് മെയ്ഡ് വരും. മെയ്ഡ് വന്നതും ഡസ്റ്റിങ് ചെയ്യും. ചില ദിവസം ഡസ്റ്റിങ് ചെയ്യില്ല, പകരം ചപ്പാത്തി ഉണ്ടാക്കാൻ പറയും. പിന്നെ പാത്രം ഇതുപോലെ ഉണ്ടാവും എല്ലാ ദിവസവും. അപ്പൊ പാത്രം കഴുകി ക്ലീൻ ആക്കി ഇവിടെ ഫുൾ സെറ്റ് ചെയ്ത് പാത്രമൊക്കെ കഴുകി വെക്കും, അടിച്ചു തുറക്കും. പിന്നെ ചില ദിവസം ഞാൻ പാത്രം കുറച്ച് വെക്കുള്ളൂ, ഞാൻ തന്നെ കഴുകി വെക്കും കാലത്ത് തന്നെ. അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ കൈകൊണ്ട് അലക്കാനുള്ള തുണികൾ കൊടുക്കാറ് പതിവ്. അപ്പൊ അത് എന്താ പറയാ, കൈകൊണ്ട് അലക്കാൻ എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ, ഒരു വീക്ക്ലി ഒരു ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ അങ്ങനെ. അപ്പൊ ഇന്ന് മെയ്ഡ് വരാത്തോണ്ടാണ് ഇങ്ങനെ പണി കിട്ടിയത്. അതും പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞ ഈ കാലത്ത് തന്നെ ഞാൻ ചെയ്തു തന്നെ. സമയം 3 മണിയായിട്ടും എല്ലാം സ്ലോ മോഷൻ ആയി ഇന്നത്തെ ഡേ. കുറച്ച് ശരിയാക്കാം. അവളെ കാണാനില്ല. അവളവിടെ റൂമില് കയറി സ്വയം വാലടച്ചേക്കുക, പുറത്തു വരാൻ പറ്റാണ്ട് എന്നിട്ട് പെട്ടു കിടക്കുക. കരയണില്ല, പക്ഷെ അവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇട്ടിട്ട് വരാട്ടാ.
അവേ കുളിക്കാം കുളിക്കാം നമുക്ക്. കുറച്ചു മുന്നേ റെഡിയാക്കിയ ബെഡാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കുളി കഴിഞ്ഞു. ചിലപ്പോ പറ്റുകയാണെങ്കിൽ ഇവിടെ അടുത്ത് വേറൊരു കുഞ്ഞി പാർക്ക് ഉണ്ട്. മഴ മാറുകയാണെങ്കിൽ ഏട്ട് വരുന്ന സമയത്ത് പോവാന്ന് വിചാരിക്കുന്നു. ഇതിന്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? പുതിയത് കൺവെർഷി വാങ്ങണേ നാട്ടിൽ പോകുമ്പോ. ഇത് ഏതാ ഇത് ഐടെക്സിന്റെ സാധയാ, അമ്മ തന്നതാ അത്. പിന്നെ ശ്രീധരിയല്ലേ കോട്ടക്കലിന്റെ, അതൊക്കെയാ ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ. വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ടി മാറി ചൂട് പൊന്നി തനരാതിയോമ നീ പൂട്ടി മയങ്ങ് മയങ്ങ്. മറ്റേ പാട്ടോടുകയോ? മിന്നൽ വള കയ്യിലിട്ട് തുന്നകെ എത്തിപ്പെടാൻ. വാവ്, ചുണ്ടിൽ കുട്ടിയുണ്ടല്ലോ. നമുക്ക് ഐലൈനർ എഴുതിയാലോ? സമ്മതിക്കോ? കണ്ണെഴുതാൻ സമ്മതിക്കോ? വാലിട്ട് കണ്ണെഴുതി സുന്ദരി കുട്ടിയാവാലോ. കണ്ണടക്കണം കേട്ടാ. കണ്ണടയ്ക്കോ? 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 അയ്യോ, ഇഞ്ചൊരു ഭംഗിയാ. ഭാവി കാണി ഇഞ്ചൊരു ഭംഗിയാടാ. ചുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി കണ്ണിലിടണ്ടേ നമുക്ക് ഐ കണ്ടർ? കഥകളി പോലെ തിരനിറയും ചുരുമുടിൽ സാഗര സൗന്ദര്യം. കുറച്ച് ഹൊറിബിളായി പോയി. നീ സമ്മതിച്ചില്ല നാട്ടാ. ഇതിന് കണ്ണു ചിമ്മണ. അയ്യോ, കണ്ണടയ്ക്കൂ കണ്ണടയ്ക്കൂ കണ്ണടയ്ക്കൂ. ഇങ്ങനെ അടയ്ക്കൂ കണ്ണ്. വെരി ഗുഡ്. എന്ത് കൂടുതൽ എന്ത് വൃത്തിയേടാവാനാ. എനിട്ടിട്ടെ ഇവിടെ എനിക്കിരുന്നട്ടെ. വളരെ തല എവിടെ? തല. വെരി ഗുഡ്. മൂക്ക് എവിടെയാ? ഇനി കാല് എവിടെയാ? കാല്. കൈ എവിടെ? കൈ. കൈ മറന്നുപോയാ? കൈ. ഹൈഫൈ. 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 അമ്മയ്ക്ക് ഒരു ഹൈഫൈ അല്ലെങ്കിൽ അമ്മ ചമ്മി ചമ്മി പോവമ്മ. ഹൈഫൈ.
Vio, attach. Vio, attach. കണക്കാം. അയ്യോ വയലുണ്ട് കേട്ടോ കുഞ്ഞുമോളെ. ആ ഓക്കെ, ഇനി അമ്മ റെഡി ആവട്ടെ കേട്ടാ. അരി വറുത്തിട്ട് വരാം. ഇട്ടുണ്ടല്ലോ, ഇത് കുത്തിയായിട്ടുണ്ടല്ലോ. അങ്ങനെ അമ്മ മടക്കി വെക്കട്ടോ, മതി. ഹായ് പറയൂ. അമ്മക്ക് മടക്കി വെക്കണ്ടേ, അപ്പളല്ലേ ബാക്കി പിന്നെയും ഇങ്ങനെ കാക്കാൻ പറ്റുള്ളൂ. ബാക്കിൽ തലരിച്ച് വീഴോ? ആ പോയിക്കോ. ഇവിടെ വരുന്നുണ്ട് പിന്നാലെ. ഞമ്മക്ക് അയൺ ചെയ്ത ഡ്രസ്സുകളെ എടുത്തു വെക്കാണ്ട്. ഇവിടെ താഴെ അയണിന്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു കട ഉണ്ട് താഴെ. അപ്പൊ അവിടേക്ക് നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം. വിളിച്ചു പറഞ്ഞാൽ മതി. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവര് വരും. നമ്മള് ഇങ്ങനെ ബെഡ്ഷീറ്റില് കെട്ടി വെക്കണം. അപ്പൊ അവര് കൊണ്ടുപോകും. എന്നിട്ട് അതുപോലെ തന്നെ അയൺ ചെയ്തിട്ട് കൊണ്ടുവരും. റീസണബിൾ റേറ്റാ, കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ഇതെന്താ ഇതാരാ ഇതെങ്ങനെ ചെയ്തേ? സോറി പറയൂ, സോറി പറയൂ. അടിക്കണ്ട. അടിച്ചു കേട്ടാ. തരില്ല നിനക്ക്, ഹൈഫൈ തരില്ല. നേരത്തെ ഞാൻ ചോദിച്ചിട്ട് തന്ന ചമ്മിക്കോ. അയ്യേ ശശി, അയ്യയ്യയ്യയ്യയ്യയ്യേ. പിന്നെ സോറി. അമ്മക്ക് ഇത് എടുത്തു വെക്കണം, അയൺ ചെയ്ത ഡ്രസ്സുകൾ കേട്ടാ. അച്ഛന്റെ ഇപ്പൊ വൈകുന്നേരം അച്ചൂരാമ വരുന്നുണ്ട്. പിന്നെ അവര് അപ്പുറത്തെ നമ്മുടെ മമ്മി പപ്പ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അവിടെ കൂടാന്ന് വിചാരിച്ചേക്കാണ് ഇന്ന് വൈകുന്നേരം. പിന്നെന്താ, അപ്പൊ ഇന്നെന്തായാലും പാർക്കിൽ പോക്കൊന്നും നടക്കില്ല. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. ഏറ്റവും തന്നെ വിളിച്ചിരുന്നു, ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. വീയോ ചോറ് കഴിക്കരുത്, ചീത്ത പറഞ്ഞ അങ്ങനെ കാണിക്കും. ഇവിടെ വരും, ബാ അമ്മയ്ക്ക് തരുവത്. ആ നമുക്ക് വൈകുന്നേരം പോണ്ടേ, നമുക്ക് കറങ്ങാൻ പോണ്ടേ, നമുക്ക് അമ്മായിയുടെ അടുത്ത് പോണ്ടേ, അമ്മാമ്മനെ കാണണ്ടേ, അച്ഛമ്മേനടുത്ത് പോണ്ടേ, അച്ചാച്ചന്റെ അടുത്ത് പോണ്ടേ. പുപ്പു എവിടെയാ? ഈ പുപ്പു എവിടെയാ? പുപ്പുനെ കാണാൻ പോണ്ടേ വൈകുന്നേരം? നമുക്ക് പുപ്പുനെ കാണാൻ പോണ്ടേ വൈകുന്നേരം? തൊണ്ടിരിപ്പന്നെ അമ്മയ്ക്ക് രൂപ തരൂ, അമ്മയ്ക്ക് രൂപ തരൂ. കുറച്ച് അങ്ങനെ ഉപ്പ് എവിടെയാ? ഉപ്പ് എവരെ പോയി? അയ്യോ ഇങ്ങനെയല്ല. അയ്യോ
അമ്മ കെട്ടിപ്പിടിച്ചു, അമ്മ കെട്ടിട്ടോ. അപ്പൊ ശരി, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെ. എന്തൊക്കെയോ വിചാരിച്ചു തുടങ്ങി, എന്തൊക്കെയോ ഷൂട്ട് ചെയ്തു. എന്തായാലും ഇറ്റ് വാസ് ഫൺ. ഈ പുതിയ ട്രൈപോഡില് പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടവർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടാവും. കാരണം ഞാൻ ഇപ്പൊ ഇന്ന് കണ്ട സംഭവങ്ങളൊക്കെ എല്ലാ ദിവസവും ഉള്ളതാ. ഇതൊന്നും ഒന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു, ഞാൻ എല്ലാ ദിവസവും പോകുന്ന എന്റെ ലൈഫിന്റെ ചെറിയൊരു അംശം എനിക്ക് എന്റെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല രസമായിരിക്കില്ലേ. ഈ ഒരു വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തമ്മിലിട്ടിട്ട് ഇടും. അത്ര ദിവസത്തിന്റെ എക്സാമ്പിൾ എന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയുണ്ടായിരുന്നു, ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നു. അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് സെറ്റ് ആയിരിക്കും, റെഡിയായി തുടങ്ങി. ആക്ച്വലി ഫസ്റ്റ് കോട്ട് ഇട്ടു ഞാൻ മേക്കപ്പിന്റെ. പക്ഷെ അപ്പോഴാണ് ഇവള് വാശി പിടിച്ചത്. അയ്യോ, അവൾക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ ആവേ ചുമരി കഴിച്ചിട്ടാണ് ഈ കാണുന്നത്. ഈ ഇത് ചുണ്ണാമ്പല്ലേ, മറ്റേ പെയിന്റ് ഇങ്ങനെ മാതി കഴിക്കലാണ് ഉള്ള പണി. ഞാൻ എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ് എൻജോയ് ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് പണികളുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇത്ര പണി ഉണ്ടാവാറില്ല. ലൈക്ക് ഇവിടെ വീടുള്ളത് കൊണ്ട് ഇത്ര പണി ഉണ്ടാവില്ല, പക്ഷെ പണി ഉണ്ടാവാറുണ്ട്. എന്തായാലും ഈ അടി തൊട അങ്ങനത്തെ പണികൾ, വലിയ വലിയ പണികളൊന്നുമില്ല. അങ്ങനെ ഇന്ന് ഇത്തിരി പണി അധികമായിരുന്നു. തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇപ്പൊ വാഷിംഗ് മെഷീൻ ഓണാണ്. അത് കഴിഞ്ഞ് തുണി തോരിട്ടിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. അച്ചു അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ട് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. അതൊക്കെ ഒരു പ്ലാനിങ് ആണ്. അപ്പൊ നാളെ ഉണങ്ങുള്ളൂ. എന്നിട്ട് മെയ്ഡ് വരുമ്പോ മറ്റന്നാ പാത്രം ഞാൻ കഴുകി വെച്ചിട്ട് അവളെ കൊണ്ട് തുണി കഴിക്കും. അങ്ങനെയൊക്കെ പ്ലാനിങ്ങിലാണ് ലൈഫ് പോണത്. ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇത്ര പണിയുണ്ട്, അപ്പൊ ഒരു വ്ളോഗിങ് എന്തായാലും ഫുൾ അലമ്പ. അപ്പൊ അതിന്റെ കൂടെ ഒരു അലമ്പായിട്ടുള്ള ഒരു വ്ളോഗും കൂടി ഷൂട്ട് ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് സ്റ്റോറേജിന്റെ ഇഷ്യൂ ആണ്. സ്റ്റോറേജിന്റെ ഇഷ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ട്. ഇതുള്ളതുകൊണ്ടാ എല്ലാ ഫോട്ടോ നിന്റെയാ, എന്റെ ഒരു ഫോട്ടോ പോലും എടുക്കണില്ല. അപ്പൊ ഓക്കെ, അപ്പൊ പിന്നെ കാണാം. അടുത്ത ഏതെങ്കിലും ദിവസം ഏതെങ്കിലും വ്ളോഗായിട്ട് നമുക്ക് കാണാം. ബൈ പറയൂ. അപ്പൊ मम्मी तोड़ता था। टुट्टू को होता है क्या ये सब करने को? क्या आज हम लोग करने वाले हैं കേക്കടാക്ക. सुखी दिन है। स्विगी में आ गए अभी, वही तो आ गया। ഹലോ, അത് നീ കേട്ടോ. ഞാനും വീഴുന്ന മാതിരി തന്നെ. അതെനിക്ക് അവള് പറഞ്ഞ പോലെ തോന്നുന്നു. अदा अच्छा हम लोग बना रहे हैं डैडी ഞങ്ങള് ഞണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ഞണ്ട് വ്ളോഗ് ലസൺ അല്ല, ഇതിനെന്താ പറയാ, വെളുത്തുള്ളി. ഓക്കെ पीछे मुड़ के देख रहा है कुट्टू, गुजू गुजू क्या होता है? मस्ती करता है। खाना का ज्यादा रहेगा।
അതൊരു സാധനം ലൈറ്റാ तारावे तारावे गुड्डू का ये हो गया गुड्डू क्या निकल के बाजू में रखो बोल ना रख के बाजू में I am other side please wow എതിർത്താലും 10 രൂപ എതിർത്താലും 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ ആ കഴിഞ്ഞു ഇത് ഒരു കറി ഇതൊരു കറി ഇത് ഈ കറി മേക്കർ ഇത് കറി മേക്കർ किधर है मम्मी मिक्सर किधर है മിക്സർ ഇവിടെ നെയ്യിന്റെ ഇവിടെ हाँ ओके അല്ല നെയ്യിന്റെ അവിടെ ഈ മിക്സർ कुछ भी बोल ഞാൻ പറഞ്ഞ നെയ്യിന്റെ ഇവിടെ बड़ा पापा मेरा मम्मी we are working on it थोड़ा फैमिली प्रॉब्लम है मैं बोलूँगी गुड्डू उसमें बना ले ഇത് കഴിഞ്ഞ പരിപാടി हाँ അത് മായങ്കി पीसने गए അത്രേ ഉള്ളൂ അപ്പൊ അതിലുണ്ടാകും ഗുഡ്ഡു सुनना 12 चाहिए 15 चाहिए पराठा अच्छू